CPPDROID എന്ന് പറയുന്ന മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. ആദ്യം നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മുടെ പ്ലേ സ്റ്റോർ എടുക്കുക. പ്ലേ സ്റ്റോറിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് CPPDROID എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്താൽ നമുക്കതിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും. ഇതാണ് CPPDROID. ഓപ്പണിംഗ് ക്ലോസിംഗ് ബേസൊക്കെയുള്ള ഐക്കണുള്ള ഇതാണ് CPPDROID. ജസ്റ്റ് ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ബട്ടണിൽ ഒന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്തിട്ട് ഇത് അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റലേഷൻ ആരംഭിക്കും. ഏതാണ്ട് 45ഓളം MB ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. നമുക്ക് ഇത് ഇവിടെ തന്നെ ഇപ്പോൾ ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ പിന്നീട് എങ്ങനെ ഓപ്പൺ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. ജസ്റ്റ് ഇത് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഓക്കെ, കുറച്ചും കൂടി ഒരു കാര്യങ്ങൾ ഫസ്റ്റ് ടൈം ഉപയോഗിക്കുമ്പോൾ കുറച്ച് ഡൗൺലോഡ് ആവാനുണ്ടാവും. അതും കൂടി ഡൗൺലോഡ് ആവാനുള്ളൊരു സമയം കൊടുക്കുക. CPPDROID എന്ന് പറയുന്ന ആപ്പ് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഓപ്പൺ ചെയ്യാം. ഇച്ചിരിയും കൂടി കാര്യങ്ങൾ ഡൗൺലോഡായി കിട്ടാനുണ്ട്. ഇത് പ്രത്യേകത തന്നെ ഒരുപാട് പ്രീഡിഫൈൻഡ് പ്രോഗ്രാമുകൾ ഇതിനകത്തുണ്ട്. പഠിക്കണം എന്നുള്ളവർക്ക് അതൊക്കെ ഓപ്പൺ ചെയ്ത് പഠിച്ച് നോക്കാം. പ്രത്യേകിച്ച് കോളേജ് തലത്തിൽ വരെ പഠിക്കുന്ന കുട്ടികൾക്ക്, എഞ്ചിനീയറിംഗ് കോളേജ് തലത്തിൽ വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ആവശ്യമായ ഒരുപാട് പ്രീഡിഫൈൻഡ് പ്രോഗ്രാമുകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ആ പ്രോഗ്രാമുകളൊക്കെ ലോഡ് ചെയ്യാനുള്ള ടൈമാണ് എടുക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ CPPDROID. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് തുടങ്ങാം. നമ്മൾ ഹാഷ് ഇൻക്ലൂഡ് എന്നുള്ള നമ്മുടെ ഫസ്റ്റ് വരുന്ന അല്ലേ, ഹാഷ് ഇൻക്ലൂഡ് ഒരു ലെസ് ദാൻ സിമ്പിൾ, ഡിസ്റ്റൻസ് സിമ്പിൾ കഴിഞ്ഞിട്ട് പിന്നെ IO സ്ട്രീം ഒരു ഗ്രേറ്റർ ദാൻ സിമ്പിൾ കഴിഞ്ഞ അടുത്ത വരി യൂസിങ് നെയിം സ്പേസ് സ്റ്റാൻഡേർഡ് ഒരു സെമിക്കോളൻ ഒക്കെ നമുക്ക് കീബോർഡിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇൻറ്റ് മെയിൻ, പിന്നെ ഇവിടെ ഒരു സ്പെഷ്യൽ കീബോർഡ് ഉണ്ട്. ഇവിടെ കണ്ടോ, റൈറ്റ് സൈഡിൽ ഇവിടെ ഒരു ടോപ്പ് ബട്ടൺ ഉണ്ട്. ആ ഒരു കീബോർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കൺവീനിയൻ്റ് ആവും കാര്യങ്ങൾ. ഇത് CPPയിലെ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കീസും ഇതിനകത്ത് ഫ്രണ്ട് തന്നെ കിട്ടും. അപ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ പോയി കാര്യങ്ങൾ ചെയ്യാം. അത് ഓപ്പണിംഗ് ബ്രേസ് കൊടുത്തു. ഓക്കെ, എൻ്റർ അടിച്ചു. ഇനി ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഔട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. നമുക്ക് ഔട്ട് ടൈപ്പ് ചെയ്യാം. ഔട്ട് ലെസ് ദാൻ സിമ്പിൾ ഇതിനകത്ത് വരുന്നില്ല അല്ലേ. ഓക്കെ, ഇവിടെ വന്നു ലെസ് ദാൻ, ഡബിൾ ലെസ് ദാൻ, പിന്നെ ഒരു ഡബിൾ കോട്ട്സ് കൊടുത്തു. ഹലോ, കൊട്ടേഷൻ ക്ലോസ് ചെയ്തു, ഒരു സെമിക്കോളൻ കൊടുത്തു. ദെൻ റിട്ടേൺ 0, വീണ്ടും ഒരു സെമിക്കോളൻ. ഇത്രയും കൊടുത്തു കഴിഞ്ഞ് പ്രോഗ്രാം കംപ്ലീറ്റ് ആയി. ഇനി ജസ്റ്റ് അതിനൊന്ന് സേവ് ചെയ്യാം. സേവ് ബട്ടൺ ഉണ്ട്, ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് അതിനെ സേവ് ചെയ്യാം. അതിനുശേഷം അതിനെ കമ്പൈൽ ചെയ്യാം. ഇതാണ് കമ്പൈൽ ചെയ്യാനുള്ള ഈ ഒരു ഫ്ലാഷ് ലൈറ്റ് പോലത്തെ ഒരു ചിഹ്നമുള്ളത്. വെച്ച് കമ്പൈലേഷൻ നടക്കും. കമ്പൈലേഷൻ ഫിനിഷ്ഡ്, സക്സസ്ഫുൾ ആണ്. ദെൻ റൺ ചെയ്യാം. റൺ ചെയ്യുന്ന സമയത്ത് ഹലോ എന്നുള്ള ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. ഈ രൂപത്തിലാണ് CPPDROID നിന്ന് നമ്മൾ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ക്ലാസ് തന്നിട്ടുള്ള മറ്റ് പ്രോഗ്രാമുകൾ ഇതേപോലെ ഈ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്തും കൂടി പരിശീലിക്കുക. അപ്പോഴാണ് നമ്മുടെ പഠനം
കുറച്ചും കൂടി അർത്ഥവത്താവുള്ളൂ.